സങ്കീർത്തകനായ ദാവീദ് സങ്കീർത്തനം അതിൻ്റെ 46-ാം തിരുവചനം, സങ്കീർത്തനം അതിൻ്റെ 46-ാം തിരുവചനം, 1-ാം തിരുവചനം ഒന്നെടുത്ത് വായിച്ചേ. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 46, 46-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുവചനം. നിന്നോട് എന്താ പറയണമെന്നറിയോ? ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. എന്നിട്ട് ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. കഷ്ടതകളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ നഷ്ടങ്ങളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യെശയ്യായുടെ പ്രവചനം 41-ാം അധ്യായം. സാധിക്കുന്നവര് ഈ വചനങ്ങളൊക്കെ എഴുതിയെടുക്കണം. എന്നിട്ട് നിങ്ങളോട് തന്നെ പറയണം. ഇത് വെറുതെ കണ്ടുകൊണ്ടിരിക്കാനുള്ളൊരു ശുശ്രൂഷയല്ല, മറിച്ച് എൻ്റെ പ്രിയരെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ളതാണ്. ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്ന ഈ ഞെരുക്കത്തിൻ്റെ നടുവിൽ ആരും സഹായിക്കാനില്ല എന്നോർത്ത് വിഷമിക്കുമ്പോൾ, നെടുവീർപ്പിടുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം നിന്റെ മുമ്പിൽ വെച്ചു നീട്ടുന്ന അമൂല്യ നിധിയാണ്. ഇതിങ്ങനെ കെട്ടിപ്പിടിച്ചോണം. കർത്താവെ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. യെശയ്യായുടെ പ്രവചനം 41-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനം ഒന്ന് ശ്രദ്ധിച്ചേ. യെശയ്യായുടെ പുസ്തകം ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 41, 41-ാം അധ്യായം 10-ാം തിരുവചനം ഒച്ചത്തിൽ വായിച്ചേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലതു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഹല്ലേലൂയാ. വലതുകരമുള്ളവർ വലതുകരം ഉയർത്തിപ്പിടിച്ച് ഈ വചനമൊന്ന് ഒച്ചത്തിലൊന്ന് ഏറ്റുപറഞ്ഞേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലതുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ പിടിക്കാൻ സർവശക്തനായ ദൈവം ഉണ്ട്. ആമേൻ, ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥ എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഈ അൾത്താരയിൽ നിന്ന് പറയുമ്പോൾ അത്രമേൽ നമുക്ക് വിശ്വാസവും ബോധ്യവുമുണ്ട് ഈ പറഞ്ഞ വചനത്തിൽ. എത്ര വലിയ ഒറ്റപ്പെട്ട അനുഭവമാണെങ്കിലും കർത്താവ് നിന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യെശയ്യായുടെ തന്നെ പ്രവചനം 14-ാം അധ്യായം ചാപ്റ്റർ 14, 14-ാം അധ്യായം 16-ാം തിരുവചനം ഒന്ന് വായിച്ചേ. 14-16 അധ്യായം 16-ാം തിരുവചനം. നിന്നെ കാണുന്നവർ തുറിച്ചു നോക്കി ചിന്തിക്കും. യെസ്. പക്ഷെ എന്താ പ്രത്യേകത എന്നറിയോ? കർത്താവ് നിന്നെ സഹായിക്കും. കർത്താവ് നിന്റെ ജീവിത വഴികളിൽ അത്ഭുതകരമായി നിന്നെ സഹായിക്കും. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യോഹന്നാന്റെ സുവിശേഷം 14-16 ഒന്നെടുത്ത് വായിച്ചേ. യോഹന്നാൻ, യെശയ്യായുടെ പുസ്തകമല്ല, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 16-ാം തിരുവചനം. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. കണ്ടോ, മറ്റൊരു സഹായകൻ നമ്മളെ സഹായിക്കാൻ സ്വർഗം നമുക്കൊരു സഹായകനെ സമ്മാനിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 16-ാം തിരുവചനം, ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 4, 4-ാം അധ്യായം അതിൻ്റെ 16-ാം തിരുവചനം. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ,
ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ അവബോധം സ്വീകരിക്കണം. ഈ ഭൂമിയിൽ ആരും നമ്മളെ സഹായിക്കാനില്ലാത്ത ഒരവസ്ഥയൊക്കെ വരുമ്പോൾ എല്ലാം തീർന്നു എന്ന് ചിന്തിക്കാനല്ല, മറിച്ച് എനിക്കൊരു ദൈവമുണ്ട്, ആ ദൈവം എന്നെ ഉപേക്ഷിക്കുകയില്ല, ആ ദൈവം എൻ്റെ കരം പിടിച്ചിട്ടുണ്ട്, ഞാൻ വീണു പോവുകയില്ല എന്ന് വിശ്വസിക്കാൻ, പ്രാർത്ഥിക്കാനുള്ള വലിയ ഒരു അവബോധം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. വലതും ഇടതും ഇരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു കൊടുത്തേ, ദൈവം അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. പറഞ്ഞു കൊടുത്തേ, ദൈവം അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പോൾ പറഞ്ഞ വചനങ്ങളൊക്കെ ഇത് വെറുതെ ചില വചനങ്ങൾ എഴുതി വച്ചിരിക്കുന്നതല്ല. ചില വചനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ച് അത് അതിൽ തന്നെ അവസാനിക്കുന്നതല്ല, മറിച്ച് നമ്മുടെ മുമ്പിൽ ഈ വചനങ്ങൾ സംഭവിക്കപ്പെട്ടതാണ്. റിയൽ ലൈഫിൽ സംഭവിക്കപ്പെട്ടതാണ്, ഇന്നും സംഭവിക്കുന്നതാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരും ഓൺലൈനിൽ പങ്കെടുക്കുന്നവരും അനേകം പേര് ധ്യാനങ്ങൾക്കൊക്കെ വരുമ്പോൾ പറയുന്ന സാക്ഷ്യങ്ങളുടെ അർത്ഥം എന്ന് പറയുന്നത് ഇന്നും ജീവിക്കുന്ന ദൈവം ഈ വിഷയങ്ങളിൽ നമ്മളിൽ അത്ഭുതകരമായി പ്രവർത്തിക്കുന്നതിനെ കുറിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില വചനഭാഗങ്ങളിൽ ദൈവം പ്രവർത്തിച്ച ചില വ്യക്തികളെ നമ്മളൊന്ന് പെട്ടെന്ന് ഒന്ന് പരിചയപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വചനഭാഗം വായിക്കാം. അത് ഉൽപ്പത്തിയുടെ പുസ്തകം 16-ാം അധ്യായം, ബുക്ക് ഓഫ് ജെനസിസ്, ബൈബിളിലെ ആദ്യത്തെ പുസ്തകം, അതിൻ്റെ 16-ാം അധ്യായം 7 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഇത് ഹാഗാറിനെ കുറിച്ചാണ്. ഹാഗാറിനെ കുറിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള വചനങ്ങൾ. ഞാൻ ഈ വചനം വായിക്കാം. നിങ്ങൾ ബൈബിൾ ഉള്ളവർ എൻ്റെ കൂടെ വായിക്കണം. അതോടൊപ്പം തന്നെ ബൈബിൾ ഇല്ലാത്തവർ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. എന്നാൽ കർത്താവിൻ്റെ ദൂതൻ ഷൂറിലേക്കുള്ള വഴിയിൽ മരുഭൂമിയിലുള്ള ഒരു നീരുറവയുടെ അടുത്ത് വെച്ച് അവളെ കണ്ടെത്തി. ദൂതൻ അവളോട് ചോദിച്ചു, സാറായുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു? എങ്ങോട്ട് പോകുന്നു? അവൾ പ്രതിവചിച്ചു, ഞാൻ യജമാനത്തിയായ സാറായിൽ നിന്ന് ഓടിപ്പോവുകയാണ്. കർത്താവിൻ്റെ ദൂതൻ അവളോട് പറഞ്ഞു, നീ യജമാനത്തിയുടെ അടുത്തേക്ക് തിരിച്ചുപോയി അവൾക്ക് കീഴ്പ്പെട്ടിരിക്കുക. ദൂതൻ തുടർന്നു, എണ്ണിയാൽ തീരാത്ത വണ്ണം അത്രയധികമായി നിന്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും. നീ ഗർഭിണിയാണല്ലോ, നീ ഒരു ആൺകുട്ടിയെ പ്രസവിക്കും. അവന് നീ ഇസ്മായേൽ എന്ന് പേരിടണം. കാരണം കർത്താവ് നിന്റെ രോദനം ചെവിക്കൊണ്ടിരിക്കുന്നു. അവൻ കാട്ടുകഴുതയ്ക്കൊത്ത മനുഷ്യനായിരിക്കും. അവൻ്റെ കൈ എല്ലാവർക്കും എതിരായും എല്ലാവരുടെയും കൈ അവനെതിരായും ഉയരും. അവൻ തൻ്റെ സഹോദരങ്ങൾക്കെതിരായി വർത്തിക്കുകയും ചെയ്യും. 13-ാമത്തെ വചനം ശ്രദ്ധിച്ച്, അവൾ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽറോയ് എന്ന് വിളിച്ചു. കാരണം എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ചു കണ്ടു എന്ന് അവൾ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൽറോയ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? എന്നെ കാണുന്നവനായ കർത്താവിനെ ഞാനും ഇവിടെ വെച്ചു കണ്ടു. പ്രൈസ് ദി ലോർഡ്. വാക്കെന്താണ്? എൽറോയ്. എന്നെ കാണുന്നവനായ കർത്താവിനെ ഞാനും ഇവിടെ വെച്ചു കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യം വ്യക്തമായി നീ ഓർത്തുകൊള്ളണം, നിന്റെ ജീവിതത്തിൽ നീ കടന്നു പോകുന്ന അവസ്ഥകൾക്ക് മുമ്പിൽ കൃത്യമായി ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, യു ആർ ദ ഗോഡ് ഹു സീസ് മീ. ദൈവമേ, അങ്ങ് എന്നെ കാണുന്നു. ദൈവമേ, അങ്ങ് എന്നെ കാണുന്നു. അതുകൊണ്ടാണ് ഹാഗാർ പറഞ്ഞത്, എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം എന്നെ കാണുന്നു. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, ദൈവം നിന്നെ കാണുന്നു. ഇത് വലിയ ഒരു തിരിച്ചറിവാണ്. പലരുടെ ഒരു സങ്കടം എന്താണ്? അയ്യോ, ഞാൻ ഈ കടന്നു പോകുന്ന അവസ്ഥ ആർക്കും മനസ്സിലാവുന്നില്ല. ആർക്ക് മനസ്സിലാവും? ദൈവത്തിന് മനസ്സിലാവും. അയ്യോ, എൻ്റെ ഈ ഞെരുക്കം ഒറ്റ മനുഷ്യനും എന്നെ ആശ്വസിപ്പിക്കാനില്ല. ആരാശ്വസിപ്പിക്കാനുണ്ടാവും? ദൈവം. ഇത് പരിപൂർണമായിട്ട് നീ അങ്ങ് ചങ്കിനുള്ളിൽ അങ്ങോട്ട് ഏറ്റുപിടിച്ചോണം. ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും ഇല്ലാന്ന് തോന്നും, പക്ഷേ നിന്നെ ആശ്വസിപ്പിക്കാൻ, നിന്റെ ജീവിതത്തിൽ നിന്നെ കരം പിടിച്ച് നടത്താൻ സർവശക്തനായ ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ വലതുകരം ഉയർത്തി പറഞ്ഞ് ആമേൻ, 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 ആമേൻ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോകുന്ന അവസ്ഥ ആർക്കും മനസ്സിലാവുന്നില്ല, ആരും എന്നെ തിരിച്ചറിയുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ വിഷമത്തിലാണ്. എന്നാൽ നീ ഈ സമയത്ത് മനസ്സിൽ ഹാഗാറിനെ കാണണം. മരുഭൂമിയിൽ
ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെ കടന്നുപോയ ഹാഗാർ, ജീവിതത്തിൻ്റെ ഞെരുക്കങ്ങളിലൂടെ കടന്നുപോയ ഹാഗാർ, ഈ ഹാഗാറിനെ ദൈവം കണ്ടു. എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും കണ്ടു എന്ന് പറഞ്ഞ് അവൾ ആ സ്ഥലത്തിന് എൽറോയ് എന്ന പേരിട്ടു. ഈ സമയത്ത് വിശ്വസിക്കുന്നു, കർത്താവെ, എന്നെ കാണുന്നവനായ അങ്ങേ ഞാനും കാണുന്നു. ഈ ദുരിതത്തിനിടയിൽ, എൻ്റെ ഞെരുക്കത്തിനിടയിൽ, എൻ്റെ വീട്ടിൽ ആർക്കും എന്നെ മനസ്സിലാവുന്നില്ല എന്ന് ഞാൻ സങ്കടപ്പെടുന്നതിനിടയിൽ, കർത്താവെ, അങ്ങേ ഞാൻ തിരിച്ചറിയുന്നു. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഉച്ചത്തിലൊരു ഹല്ലേലൂയ പറഞ്ഞേ, അല്പം കൂടെ ഉച്ചത്തിൽ പറഞ്ഞേ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ പരിശുദ്ധ ആരാധനയിൽ നമ്മളിതാ വലിയ ശക്തമായ ഒരു നിർവീര്യ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയാണ്. തിന്മയെയും തിന്മയുടെ ബന്ധങ്ങളെയും നിർവീര്യമാക്കുന്നൊരു പ്രാർത്ഥനാ ശുശ്രൂഷയാണ്. നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം കാലാകാലങ്ങളായി അനേക തരത്തിലുള്ള തിന്മയുടെ മേഖലകൾ നമ്മളെ എല്ലാവരെയും പീഡിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും ശത്രു ആരാണെന്നറിയാതെ നമ്മൾ പലപ്പോഴും യുദ്ധം ചെയ്ത് നമ്മൾ നമുക്കെതിരെ തന്നെ പടവെട്ടുകയാണ്. ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ, എനിക്ക് എൻ്റെ ശത്രുവിനെ തിരിച്ചറിയാൻ, എനിക്ക് ദുരാത്മാവിനെതിരെ പടവെട്ടാൻ ശക്തിയും ബലവും വേണം. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കണം. കർത്താവെ, എൻ്റെ ജീവിതത്തെയും പ്രവർത്തന മേഖലകളെയും ദേശത്തെയും പീഡിപ്പിക്കുന്ന ദുഷ്ടശക്തി കേന്ദ്രങ്ങളെ തിരിച്ചറിയാൻ എനിക്ക് ജ്ഞാനം തരണമേ. പരിശുദ്ധാത്മ ശക്തിയാൽ പ്രാർത്ഥനയിലൂടെ ദുഷ്ടാത്മാക്കളെ നിർവീര്യമാക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. ഓരോ വ്യക്തിയും ഈ ഒരു കുഞ്ഞു പ്രാർത്ഥന ഹൃദയത്തിൽ ആവർത്തിച്ച് പറയണം. ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചേ, കർത്താവേ, കർത്താവേ, എൻ്റെ ജീവിതത്തെയും പ്രവർത്തന മേഖലകളെയും ദേശത്തെയും പീഡിപ്പിക്കുന്ന ദുഷ്ടശക്തി കേന്ദ്രങ്ങളെ തിരിച്ചറിയാൻ എനിക്ക് ജ്ഞാനം നൽകണമേ. പരിശുദ്ധാത്മ ശക്തിയാൽ പ്രാർത്ഥനയിലൂടെ ദുഷ്ടസേനകളെ നിർവീര്യമാക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഈ പ്രാർത്ഥനയുടെ ആരംഭ ഭാഗത്ത് നമ്മൾ പ്രാർത്ഥിച്ചത്, ദൈവമേ, എന്നെയും എൻ്റെ കുടുംബത്തെയും പീഡിപ്പിക്കുന്ന ദുഷ്ടശക്തി കേന്ദ്രങ്ങളെ തിരിച്ചറിയാൻ എനിക്ക് ജ്ഞാനം വേണം. 2 കരങ്ങൾ യാചനാപൂർവ്വം നീട്ടിപ്പിടിച്ച അൾത്താരയിലേക്ക് കണ്ണടച്ചോളൂ. എന്നിട്ട് ഒരു നിമിഷം ചിന്തിച്ചേ, ഇന്ന് നിന്റെ കുടുംബത്തിൽ എന്താണ് അവസ്ഥ? ഏതെങ്കിലും തരത്തിലുള്ളൊരു ഭാരം നിനക്കുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഭാരത്തെ ഈ അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ചോളൂ. ഏതൊരു തകർച്ചയ്ക്ക് പിന്നിലും ചില ആത്മീയ കാരണങ്ങൾ ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന കാരണങ്ങളാകണമെന്നില്ല. ആയതിനാൽ ദൈവമേ, ഈ ആരാധന സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കാരണങ്ങൾ ഞങ്ങൾ കണ്ടെത്തണം. ഞങ്ങളുടെ സ്വസ്ഥതയെ നശിപ്പിക്കുന്ന തിന്മയുടെ കാരണങ്ങൾ, ആ മേഖലകൾക്കെതിരെ യുദ്ധം ചെയ്യാൻ കർത്താവ് ഞങ്ങൾക്ക് ശക്തി വേണം. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലെ ഏതെങ്കിലും വ്യക്തിയാവും. ഈ വ്യക്തി എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു, എന്തുകൊണ്ട് ഇയാളുടെ അവസ്ഥ ഇങ്ങനെ, അയാളുടെ സംസാരം ഇങ്ങനെ, ഇയാളുടെ ശൈലികൾ ഇങ്ങനെ എന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ആ വ്യക്തിയുടെ ഉള്ളിൽ ഇന്ന ഒരു പൈശാചിക പീഡ ആ വ്യക്തിയെ വേട്ടയാടുന്നു. അതുകൊണ്ടാണ് ആ വ്യക്തി അങ്ങനെ പെരുമാറുന്നത്. ഈ സമയം ആ മേഖലകൾക്കെതിരെയാണ് നമ്മൾ യുദ്ധം പ്രഖ്യാപിക്കേണ്ടത്. ആ വ്യക്തിക്കെതിരെയല്ല, ആ വ്യക്തിയെ സ്നേഹിക്കണം. ആ വ്യക്തി പാവമാണ്, ആ വ്യക്തി സാധുവാണ്, ആ വ്യക്തിക്ക് പുറത്തു കടക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, ആ വ്യക്തി കടന്നു പോകുന്ന അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് ആ വ്യക്തിക്കെതിരെ യുദ്ധം ചെയ്യേണ്ട. മറിച്ച് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ദുരാത്മാവിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, കാൽവരി മലയിൽ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ, കുരിശിൽ അങ്ങ് നേടിത്തന്നത് രക്ഷയാണല്ലോ. കാൽവരി മലയിൽ അങ്ങ് കുരിശിൽ മരിച്ചപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ നശിപ്പിക്കുന്ന ഈ ദുഷ്ടസേനയെ അങ്ങ് നിർവീര്യമാക്കി നിത്യനരകത്തിലേക്ക് ആട്ടിപ്പായിച്ചല്ലോ. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളും വിശ്വസിക്കുന്നു. അതേ അഭിഷേക അധികാരത്താൽ ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളായിരിക്കുന്നിടങ്ങളിൽ കർത്താവേ, ഈ വലിയ രക്ഷ ഞങ്ങൾ അനുഭവിക്കാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ബലം വേണം,
കർത്താവേ, ആ കുരിശിന്റെ ശക്തി, തിരുരക്തത്തിന്റെ ശക്തി, യേശുവിന്റെ നാമത്തിന്റെ മഹത്വം ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടണം. കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. അൽത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച കരങ്ങൾ കുരിശാകൃതിയിലൊന്ന് വിരിച്ചു പിടിക്കാമോ? കുരിശാകൃതിയിലൊന്ന് വിരിച്ചു പിടിച്ചേ. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ 2 കരങ്ങളും ഇത് വിരിച്ചു പിടിച്ചോ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ സമർപ്പിക്കുക. നമ്മൾ യുദ്ധം ചെയ്യുന്നത് ശരീരം കൊണ്ടല്ല, ജഡം കൊണ്ടല്ല, മറിച്ച് തമ്പുരാന്റെ മുമ്പിൽ നമ്മുടെ ആത്മീയ യുദ്ധമാണ്. ദൈവമേ, അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ ഇതാ ഏറ്റെടുക്കുന്നു. ഞങ്ങൾക്ക് ആത്മീയ ബലം വേണം കർത്താവേ, ആത്മീയ ബലം വേണം. ശരീരത്തിൽ ത്യാഗങ്ങൾ ഏറ്റെടുത്ത് തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് കൃപ വേണം. കുരിശാകൃതിയിൽ 2 കരങ്ങളും വിരിച്ചു പിടിച്ചോ. കണ്ണടച്ച് പ്രാർത്ഥിക്കുക. പ്രിയ സഹോദരങ്ങളെ, യേശു കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ചത് വഴിയാണ്, യേശു ഏറ്റെടുത്ത സഹനം വഴിയാണ്, ശരീരത്തിൽ അവൻ ഏറ്റെടുത്ത മുറിവുകളിലൂടെയാണ്, അവനൊഴുക്കിയ രക്തത്തോടുകൂടിയാണ് നമ്മളെ സാത്താന്റെ പിടിയിൽ നിന്ന് നമ്മളെ രക്ഷിച്ചത്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോ സഹനങ്ങളും, ഓരോ വേദനകളും, ഓരോ ജീവിത വഴികളും, ഈ ശരീരത്തിലെ എല്ലാ മുറിപ്പാടുകളും യേശുവിന്റെ കുരിശോട് ചേർത്ത് വെച്ച് നമ്മൾ വിശ്വസിക്കുന്നു. സാത്താനെതിരെയുള്ള യുദ്ധമാണ്, തിന്മയ്ക്കെതിരെയുള്ള സാത്താന്റെ ദുഷ്ടസേനയെ നിർവീര്യമാക്കുന്ന യുദ്ധത്തിൽ കർത്താവേ, എന്റെ ശരീരത്തിന്റെ മേൽ അങ്ങയുടെ ശക്തി പ്രവർത്തിക്കണമേ. എന്റെ ശരീരത്തിൽ ഇന്നോളം എന്നെ പീഡിപ്പിക്കുന്ന ദുഷ്ടശക്തികളെ കർത്താവെ നിർവീര്യമാക്കണമേ. എന്റെ ശരീരത്തിലുള്ള തഴക്ക ദോഷങ്ങളെ, എന്റെ ശരീരത്തിലുള്ള ഇന്നോളമുള്ള പാപത്തിന്റെ വൈകല്യങ്ങളെ, എന്റെ ബലഹീനതകളെ, ഓ ദൈവത്തിന്റെ ആത്മാവേ, അത്ഭുത ശക്തിയാൽ നിർവീര്യമാക്കണമേ. ഓരോ വ്യക്തിയും ആഗ്രഹിക്കുക, നമ്മളോട് തന്നെയാണ് നമ്മുടെ യുദ്ധം, നമ്മുടെ ഉള്ളിലുള്ള തിന്മയ്ക്കെതിരെയാണ് നമ്മുടെ യുദ്ധം. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നെ പീഡിപ്പിക്കുന്ന തിന്മയുടെ നാരക ശക്തികളെ യേശുനാമത്തിൽ ഞാൻ കൽപ്പിച്ച് പുറത്താക്കുന്നു. യേശുനാമത്തിൽ ഞാൻ കൽപ്പിച്ച് പുറത്താക്കുന്നു. സാത്താനെ, ഇനി നിനക്ക് എന്റെ മേൽ അധികാരമില്ല, ഇനി നിനക്ക് എന്റെ മേൽ അധികാരമില്ല. എന്നെ പീഡിപ്പിക്കുന്ന സാത്താനെ, എന്നെ വിട്ടു പോവുക. എന്നെ നശിപ്പിക്കുന്ന സാത്താനെ, എന്റെ ശരീരത്തെ വിട്ടു പോവുക. എന്നെ നശിപ്പിക്കുന്ന സാത്താനെ, എന്റെ ശരീരത്തെ വിട്ടു പോവുക. യേശുനാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. തിരുരക്തത്തിന്റെ ശക്തിയാൽ കൽപ്പിക്കുന്നു. തിരുരക്തത്തിന്റെ ശക്തിയാൽ കൽപ്പിക്കുന്നു. തിരുക്കുരിശിന്റെ ശക്തിയാൽ ഞാൻ കൽപ്പിക്കുന്നു. ഓ കർത്താവേ, എന്നെ പീഡിപ്പിക്കുന്ന നാരിക ശക്തികള് നിന്റെ നാമത്തിൽ വിട്ടുപോവട്ടെ. എല്ലാവരും വിശ്വസിക്കുന്നു, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തില് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലേക്ക്, ശരീരത്തിലേക്ക് അഭിഷേകം, ശക്തി, ഒരു പുത്തൻ അഭിഷേകം സംഭവിക്കട്ടെ. ആമേൻ. ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവേ, കെട്ടുകൾ പൊട്ടട്ടെ. ആമേൻ, ആമേൻ. കെട്ടുകൾ പൊട്ടട്ടെ. യേശുവേ, യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിന്റെ തിരുരക്തം യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. നിറയട്ടെ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി യേശുവേ, വിളിക്കട്ടെ, വിളിക്കട്ടെ, വിളിക്കട്ടെ. ആരാധന, 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 ആരാധന. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ, 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 ആമേൻ. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ശരീരത്തിലെ ദുഷ്ടസേനയെ, ദുഷ്ടാത്മാവിനെ നിർവീര്യമാക്കുന്നത് പോലെ തന്നെ അത്രമേൽ പ്രധാനപ്പെട്ടതാണ് നിന്റെ കുടുംബം. 2 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വീട്ടിൽ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നം അതെന്ത് തന്നെ ആവട്ടെ, അതിൻ്റെ പിന്നിൽ ഒരു ആത്മീയ കാരണമുണ്ടല്ലോ, ഒരു പൈശാചിക പീഡയുണ്ടല്ലോ. ആ മേഖലയെ സമർപ്പിക്കുക. അതേതാണ് ചിന്തിക്കുക. പരിശുദ്ധാത്മാവ് ജ്ഞാനം തരും. ആ മേഖലയെ സമർപ്പിക്കുക. കർത്താവേ, നിന്റെ വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ, തിരുരക്തത്തിന്റെ ശക്തിയാൽ, യേശുവേ നിന്റെ നാമത്തിന്റെ മഹത്വത്താൽ എൻ്റെ കുടുംബത്തെ പീഡിപ്പിക്കുന്ന തിന്മയുടെ നാരക ശക്തികളെ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു. കാലാകാലങ്ങളായി നമ്മുടെ കുടുംബത്തിൽ പ്രവേശിച്ചതാവാം. ഒരുപക്ഷെ സഹോദരങ്ങൾ തമ്മിലുള്ള വെറുപ്പിന്റെ ദുരാത്മാവാകും.
വെറുപ്പിന്റെ ദുരാത്മാവ്. ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പുള്ള സ്ഥലം വിൽപ്പനയോട് ബന്ധപ്പെട്ടാവാം, കുടുംബത്തിന്റെ സ്വത്ത് ഭാഗം വെപ്പിനോട് ബന്ധപ്പെട്ട് തുടങ്ങിയ വെറുപ്പ്, പരസ്പരം അസ്വസ്ഥത, സംസാരിക്കില്ല, ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് എപ്പോഴും വഴക്കും വക്കാണവും, ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥ. ആ കുടുംബത്തിൽ ഒരു പൈശാചിക പീഡയില്ലേ? ആ പീഡയാണ് ബന്ധിക്കേണ്ടത്, ആ പീഡയാണ് ബന്ധിക്കേണ്ടത്. സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ചില കുടുംബങ്ങളിൽ ചില പാരമ്പര്യ പീഡകൾ, പാരമ്പര്യ രോഗങ്ങൾ അടിക്കടി പീഡിപ്പിക്കുന്നു, സ്വസ്ഥത കിട്ടുന്നില്ല. സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ചില അലർജി രോഗങ്ങൾ, ചില പാരമ്പര്യ വാസനകൾ ചില കുടുംബ ബന്ധങ്ങളെ നശിപ്പിക്കുന്നു. സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ആ മേഖലകളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്കൊരു വിടുതൽ വേണം, ഞങ്ങളുടെ കുടുംബത്തിന് സംരക്ഷണം വേണം. കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ വീടും വീടിൻ്റെ പരിസര പ്രദേശങ്ങളും മനസ്സിൽ കാണുക. നിന്റെ വീടിരിക്കുന്ന സ്ഥലം, ആ വീടിന് ചുറ്റും മനസ്സുകൊണ്ടൊന്ന് നടക്കുന്നതൊന്ന് മനസ്സിൽ കാണുക. നിന്റെ വീട്ടിലെ ഓരോ മുറികളും ഈ സമയത്ത് നീ വീട്ടിലെ ഓരോ മുറികളിലൂടെ നടക്കുന്നത് മനസ്സിൽ കാണണം. ആ വീട്ടിലെ ഓരോ സ്ഥലത്തും ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടട്ടെ. ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ളൊരു തിന്മ വീട്ടിലെ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ, ഒരു മേഖലയിൽ ഉണ്ടെന്നെങ്കിൽ ഇതാ ഈ സമയത്ത് ആ മേഖലകൾ ബന്ധിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ കിടപ്പുമുറി, നിന്റെ അടുക്കള, നിങ്ങളുടെ വിശ്രമിക്കുന്ന സ്ഥലം, ഓരോ സ്ഥലങ്ങളും മനസ്സിൽ കാണണം. കർത്താവേ, കർത്താവേ, കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ ചൊരിഞ്ഞ രക്തം, യേശുവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തിയ വിശുദ്ധ കുരിശിന്റെ ശക്തി, യേശുവേ, നിന്റെ നാമത്തിന്റെ മഹത്വം എൻ്റെ വീട്ടിലെ ഓരോ മുറികളിലേക്കും ഈ സമയത്ത് ബന്ധനമഴിക്കപ്പെടുന്ന അഭിഷേകം കൃപയായിട്ട് കടന്നു ചെല്ലട്ടെ. പ്രത്യേകിച്ച് ഈ സമയത്ത് നിങ്ങളുടെ കൃഷിയിടങ്ങൾ മനസ്സിൽ കാണണം, നിങ്ങളുടെ പറമ്പ്, കൃഷിയിടങ്ങൾ മനസ്സിൽ കാണണം. ഏതെങ്കിലും തരത്തിലുള്ള വന്യജീവി ശല്യങ്ങളുണ്ടോ? കൃഷിയിടങ്ങളിൽ എത്ര അധ്വാനിച്ചിട്ടും കൃഷിയുടെ വിളവ് ലഭിക്കാത്തൊരവസ്ഥയുണ്ടോ? സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഏതൊക്കെ തരത്തിലുള്ള അസ്വസ്ഥതകളുണ്ടെങ്കിൽ ആ മേഖലകൾ സമർപ്പിക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ അതിർത്തി പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ചുറ്റുവട്ടം താമസിക്കുന്നവരുമായിട്ട് വഴക്കുണ്ടോ, വക്കാണമുണ്ടോ? വീട്ടിലേക്കുള്ള വഴി മനസ്സിൽ കാണണം, വീട്ടിലേക്കുള്ള വഴി മനസ്സിൽ കാണണം. ഒരുപക്ഷെ വഴി പ്രശ്നമുണ്ടോ? സമർപ്പിക്കുക. കർത്താവേ, കർത്താവേ, ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ ആ മേഖലകളെ മുഴുവൻ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് ഞങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കളെ കർത്താവേ, കർത്താവേ, അങ്ങ് ബന്ധിക്കണമേ. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. നാവ് തുറന്ന്, ഹൃദയം തുറന്ന് ഈ നിമിഷം യേശുവേ എന്ന് വിളിക്കുമ്പോൾ കത്തോലിക്ക തിരുസഭയോട് ചേർന്ന് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ എവിടെയെല്ലാം പരിശുദ്ധ കുർബാനകൾ അർപ്പിക്കപ്പെടുന്നുണ്ടോ, എവിടെയെല്ലാം ആരാധനകൾ അർപ്പിക്കപ്പെടുന്നുണ്ടോ, എവിടെയെല്ലാം മധ്യസ്ഥ പ്രാർത്ഥനകൾ ഉയർത്തപ്പെടുന്നുണ്ടോ, ആ ദൈവജനത്തോട് ചേർന്ന് ഈ ദൈവജനത്തെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. കാലാകാലങ്ങളായിട്ടുള്ള തിന്മയുടെ കെട്ടുകൾ അഴിയപ്പെടട്ടെ, പാരമ്പര്യ രോഗങ്ങൾ അഴിയപ്പെടട്ടെ, രോഗപീഠകൾ അഴിയപ്പെടട്ടെ. തിന്മയുടെ സകല ദുഷ്ടശക്തികളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കൈകൾ ഉയർത്തി, സ്വരമുയർത്തി, യേശുവേ, വിളിക്കട്ടെ, വിളിക്കട്ടെ, വിളിക്കട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ, എല്ലാവരും കെട്ടുകൾ പൊട്ടട്ടെ, എല്ലാവരും ഓ കർത്താവേ, വിശ്വസിക്കുന്നു. ഈ സമയം തന്നെ കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ, യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. രണ്ട് കരങ്ങളും ഉയർത്തി ഒരൊറ്റ വിളി, ഈശോ,